ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ്. വേരിയസ് ടെക്നിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ഫിനാൻസ് മാനേജർ ഇൻ ഓർഡർ ടു മാനേജിങ് ദ ക്യാഷ് ആൻഡ് അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ക്യാഷ് മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ 3 ടൈപ്പായിട്ട്, ഒന്നെങ്കിൽ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് സിങ്ക്രണൈസ് ചെയ്യാം, പീരീഡ് നമുക്ക് സെയിം ആക്കാം. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ടെക്നിക്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ക്യാഷ് റെസിപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ലോക്ക് ബോക്സ് സിസ്റ്റമാണ്. അതായത് നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണോ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏരിയാസിലൊക്കെ നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസ് ലൈക്ക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. നമ്മളുടെ എമൗണ്ട് കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഓർ ലോക്ക് ബോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ലോക്കൽ ബാങ്കേഴ്സ് വന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുവഴി ഡിലേ ഇൻ പേയ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാം, ഓർ ഡിലേ ഇൻ റെസിപ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അനദർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് റെസിപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് നെക്സ്റ്റ് മെത്തേഡ് കോൺസെൻട്രേഷൻ ബാങ്കിങ് ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ നമ്മളുടെ കംപ്ലീറ്റ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീപ്റ്റ്സിനെ എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് കോൺസെൻട്രേറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് ബാങ്കിങ്ങിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ലാർജ് ഫേംസ് വിച്ച് ഹാവ് ബ്രാഞ്ചസ് ഇൻ ഡൈവേഴ്സിഫൈഡ് ഏരിയാസ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സിലൊക്കെ ആയിട്ട് ബ്രാഞ്ചസ് ഉള്ള ഓഫീസസ് ഓർ ഫേംസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കളക്ഷൻ ഓഫ് റെസിപ്റ്റ് ഈസി ആക്കുന്നതിന് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്നതിനാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്, ലോക്ക് ബോക്സ് സിസ്റ്റത്തിലുള്ളത് പോലെ തന്നെ ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഏതൊക്കെ ഏരിയാസിലാണോ ബ്രാഞ്ചസ് ഉള്ളത് ആ ഏരിയാസിലൊക്കെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, അവരുടെ കൺവീനിയൻ്റ് ഏരിയാസിലുള്ള ബ്രാഞ്ചിൽ എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അവരുടെ പേയ്മെൻറ്റ് നടത്തുന്നു. ആൻഡ് അത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെയിൻ കോൺസെൻട്രേറ്റഡ് അക്കൗണ്ടിലേക്ക്, നമ്മളുടെ മെയിൻ ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്, അതിന് പകരം നമ്മളുടെ ബാങ്കിൻ്റെ തന്നെ ബ്രാഞ്ചസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഓരോ പർട്ടിക്കുലർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയാസിലും ബാങ്കിൻ്റെ തന്നെ ബ്രാഞ്ചസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിലാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, the firms that have many branches at different places can collect their account receivable quickly by applying concentration banking system. Here multiple collection points located at different geographical centers are made to expedite the collection of fund. Multiple collection points അല്ലെങ്കിൽ കളക്ഷൻ സെൻറ്റേഴ്സ്, നമ്മളുടെ ബ്രാഞ്ചസ് ആണ് നമ്മളുടെ കളക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യാം, നമ്മളുടെ ഡിലേ ഇൻ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ മെയിലിംഗ് ടൈമിൽ വരുന്ന ഡിലേ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 2-3 ഡേയ്സ് കഴിഞ്ഞ് കിട്ടുന്ന പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഡെയിലി ബേസിസിൽ തന്നെ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ബ്രാഞ്ചസ് ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയാസിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്ന ബ്രാഞ്ചസ് ആണ് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് അത് ഡയറക്റ്റ്ലി നമ്മളുടെ മെയിൻ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മെയിൻ കളക്ഷൻ സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫിനാൻസ് മാനേജർ യൂസ് ചെയ്യുന്നു. ഈ ക്യാഷ് അവരുടെ ഡെയിലി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫേംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, the business have multiple locations, subsidiaries or branches or lockbox location depositing to account at multiple banks. എന്താ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യാം. ദെൻ ദ ബിസിനസ് ദാറ്റ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻക്രീസിങ് കൺട്രോൾ ഓവർ ദെയർ ക്യാഷ് റിസോഴ്സസ്. അവരുടെ ക്യാഷ് റിസോഴ്സസിൽ നമ്മൾ ഒരു ഫേമിൻ്റെ
ക്യാഷ് റിസോഴ്സസിൽ കൂടുതൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇപ്പോൾ പേയ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആൻഡ് അത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൺട്രോളിങ് പവർ കുറവായിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കണം എന്നില്ല നമ്മളുടെ ഫണ്ട് റിസീവ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ബാങ്കിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളുടെ ക്യാഷ് നമുക്ക് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ഡെയിലി ബേസിസിൽ തന്നെ നമുക്ക് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക്വൈസ് ഇൻ ലോക്ക് ബോക്സ് സിസ്റ്റം അതിലുള്ളതുപോലെ തന്നെ എന്താണ് ആക്സസ് ചെയ്യാനുള്ള ഈസിനെസ് കൂടുതലാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൽ. ഇവിടെ മറ്റൊരു പോസ്റ്റ് ഓഫീസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് വഴിയല്ല നമ്മളുടെ ക്യാഷ് റിസീവ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് നമ്മളുടെ ബ്രാഞ്ചിലേക്കാണ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. Then business use available cash for override investment on daily or daily loan pay down. നമുക്ക് ഡെയിലി ബേസിസിൽ ലോൺ പേയ്മെൻറ്റ്സ് നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ചില ഓർഗനൈസേഷൻ ഡെയിലി ബേസിസിൽ ലോൺ പേയ്മെൻറ്റ് നടത്തുന്നതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്യാഷ് നീഡായിട്ട് വരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഇവർക്കൊക്കെ ഡെയിലി ബേസിസിൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസിപ്റ്റ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതെന്തിന് യൂസ് ചെയ്യാം? അവരുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് ഈസിനെസ് ആവും. അതായത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോൺ റീപേയ്മെൻറ്റ് നടത്തണമെങ്കിൽ അത് നടത്താം. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അവർക്ക് ഡെയിലി ബേസിസിൽ അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ബെനിഫിറ്റ് ഓഫ് ക്യാഷ് കോൺസെൻട്രേഷൻ ഓർ കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ഐഡിൽ ബാലൻസസ് ഇൻ ഔട്ട്ലൈയിങ് അക്കൗണ്ട്സ്. ഐഡിൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മളുടെ അക്കൗണ്ടിൽ കസ്റ്റമേഴ്സ് അവരുടെ കയ്യിലുള്ള പേയ്മെൻറ്റ് നമ്മളുടെ ഓർഗനൈസേഷനിൽ എത്തിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് തരുന്ന പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഏർലി ആസ് പോസിബിൾ നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ നിന്നുള്ള റിട്ടേണും അതിനനുസരിച്ച് റിട്ടേണിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഐഡിൽ ബാലൻസസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ബാലൻസസ് പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് കോൺസെൻട്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുക? നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് ഓർഗനൈസേഷന് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ റിസീവ് ചെയ്യാനും അത് മറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഐഡിലായിട്ട് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പൂൾഡ് ക്യാഷ് മാക്സിമൈസസ് ഓവർനൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ഷോർട്ട് ടേം ബോറോയിങ്. പിന്നെ പൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കോൺസെൻട്രേഷൻ വരുന്ന സമയത്ത് ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഏരിയാസിലല്ല നമ്മളുടെ ഫണ്ട് കിടക്കുന്നത്, ഡയറക്റ്റ്ലി നമ്മളുടെ ലോക്കൽ ബ്രാഞ്ചസിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? പൂൾഡ് എമൗണ്ട് ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലായിട്ട് നമുക്ക് ഇപ്പോൾ 10,000 പേയ്മെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 3 ലോക്കൽ സെൻറ്റേഴ്സിലായിട്ട് കളക്ഷൻ സെൻറ്റേഴ്സിൽ 10,000 എമൗണ്ട് ഉണ്ട്. സോ 30,000 എമൗണ്ട് നമുക്ക് ടോട്ടൽ റിക്കവർ ചെയ്യാനുണ്ട്, പക്ഷെ അത് നമുക്ക് എത്തിയിട്ടില്ല. എന്നാൽ കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിലാണെങ്കിൽ നമുക്ക് ഈ ഒരു 10,000 ഫോർ 3 ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഡയറക്റ്റ്ലി നമ്മളുടെ കോൺസെൻട്രേറ്റഡ് ബാങ്കിലേക്ക് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 30,000 നമുക്ക് പൂൾഡ് എമൗണ്ട് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി ഈ 10,000 കൊണ്ട് യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും 30,000 എന്നുള്ളൊരു പൂൾഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ടോട്ടൽ എമൗണ്ട് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ബാങ്കിങ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് കളക്ഷൻ ഓഫ് മണി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു കംപ്ലീറ്റ് എമൗണ്ടിന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളുടെ ബോറോയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ ഷോർട്ട് ടേം ബോറോയിങ്സിന് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ നോ മോർ വെയിറ്റിംഗ് ഫോർ മെയിൽ പ്രോസസ്സിംഗ് ആൻഡ് ഫ്ലോട്ട് ഡിലേയ്സ്. മെയിൽ പ്രോസസ്സിങ്ങിന് സമയമെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ കസ്റ്റമേഴ്സ്
ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെഡ് ഓഫീസിലെത്താൻ ഒരുപാട് ടൈം എടുക്കും. ഇതിനെയാണ് മെയിൽ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിംഗ് ടൈം നമുക്ക് കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൽ ഒഴിവാക്കാം. എന്താ ചെയ്യുന്നത്, നമ്മളുടെ ബാങ്ക് തന്നെ, ലോക്കൽ ബാങ്ക് തന്നെ ഡയറക്റ്റ്ലി വിത്തിൻ 1 day തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ മെയിൽ പ്രോസസ്സിംഗ് ആൻഡ് ഫ്ലോട്ട് ഡിലേയ്സ്. ഫ്ലോട്ട് ഡിലേ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഫ്ലോട്ട് മീൻസ് ആ ഒരു ടൈം പീരീഡ്, ആ ഒരു ടൈം ഗ്യാപ്പിനാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് നടത്തി എന്നാൽ അത് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിലേ ഒഴിവാക്കാൻ കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് സേവ് മണി ബൈ യൂസിങ് ലോവർ കോസ്റ്റ് ACH ട്രാൻസാക്ഷൻ. ACH മീൻസ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസിൻ്റെ ഷോർട്ട് ഫോമാണ് ACH എന്ന് പറയുന്നത്. അതെന്താ, അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളുടെ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്, ACH ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ ACH ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലോവർ കോസ്റ്റ്. നമുക്കെന്താണ്, ഓട്ടോമാറ്റഡ് ആണ്. നമ്മൾ ഡെയിലി ബേസിസിൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ACH ട്രാൻസാക്ഷൻസ് വഴി ഫണ്ട്, നമ്മളുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുവഴി നമുക്ക് മണി സേവ് ചെയ്യാം. ഇതാണ് ക്യാഷ് കോൺസെൻട്രേഷൻ എന്നുള്ള മെത്തേഡിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ക്യാഷ് കോൺസെൻട്രേഷൻ ഈസ് അനദർ മെത്തേഡ് used for accelerating the cash receipt. Then next method, ഇത് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ മീൻസ് നിങ്ങളുടെ ലോക്ക് ബോക്സ് സിസ്റ്റത്തിൻ്റെ കേസിലും കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൻ്റെ കേസിലും സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ്റെ ബേസിൽ നിങ്ങൾ കോസ്റ്റും സേവിങ്സും ആയിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ട് കേസിലും ചെയ്യാനുള്ളത്. അതായത് ഇവിടെ എക്സാമ്പിളിൽ നോക്കുക. Company has a daily receipt of 5 lakh and it's expected that the system of concentration banking would reduce the receivable by 4 days. ഇത് കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യുകയാണെങ്കിലും ലോക്ക് ബോക്സ് സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. എന്താ, നമ്മൾ എടുക്കുന്ന ആ ഒരു ഡേയ്സ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവുക. ഇപ്പോൾ കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ 3 days അല്ലെങ്കിൽ 4 days എടുക്കുന്ന പേയ്മെൻറ്റിന് പെട്ടെന്ന് നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് 1 day കൊണ്ട് റിസീവ് ചെയ്യാം. കോൺസെൻട്രേഷൻ ബാങ്കിങ് ആണെങ്കിലും സെയിം തന്നെയാണ്. നമുക്ക് 4 days 5 days എടുത്ത് നമ്മളുടെ നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് വിത്തിൻ 1 day കൊണ്ട് റിസീവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന മണീനെ, അതാണ് നിങ്ങളുടെ സേവിങ്സ്. ഈ സേവ് ചെയ്യുന്ന എമൗണ്ടിനെ ഈ ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബാങ്കിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യണം. കോസ്റ്റിനേക്കാൾ കൂടുതലാണ് ഇതിൽ കിട്ടുന്ന സേവിങ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതാണ് ബേസിക്കായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 lakh നമ്മൾക്ക് ഒരു ഫേമിന് ഡെയിലി ബേസിസിൽ റെസിപ്റ്റ് കിട്ടുന്നത്. കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 days ഏർലിയർ റിസീപ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 4 days കഴിഞ്ഞ് കിട്ടേണ്ട പേയ്മെൻറ്റ് നമുക്ക്, കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഏർലിയർ ഡേയ്സിൽ 4 days മുന്നേ റിസീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് വുഡ് കോസ്റ്റ് 25,000. എന്നാൽ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ബാങ്കിങ് സിസ്റ്റം സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ 25,000 കോസ്റ്റ് വരുന്നുണ്ട്. Is it acceptable if the firm can earn 10% per annum on its investment? നമുക്കിതൊരു കോൺസെൻട്രേഷൻ ബാങ്കിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 10% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ഏൺ ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ബാങ്കിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർട്ടൻ എമൗണ്ട് സേവ് ചെയ്യാം. ആ സേവ് ചെയ്യുന്ന എമൗണ്ട് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% റിട്ടേൺ ഏൺ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ഈ സേവിങ്സും കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് എന്താണ്, നമുക്ക് ആവറേജ് ഡെയിലി റിസീപ്റ്റ് എന്ന് പറയുന്നത് 5 lakh ആണ്. 1 day നമുക്ക് 5 lakh കിട്ടും. ഇഫ്
concentration banking is used, it would be 4 times than 5 lakh. 5 lakhൻ്റെ 4 times നമുക്ക് നമ്മളുടെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മളുടെ ടോട്ടൽ സേവിങ്സ് എന്ന് പറയുന്നത് 2 lakh ആയിട്ട് മാറും. ഡെയിലി നമുക്ക് 5 lakh കിട്ടുന്നത്. കോൺസെൻട്രേഷൻ ബാങ്കിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 4 times ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് 4 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ടത് 1 ദിവസം കൊണ്ട് തന്നെ കിട്ടുകയാണ്. അപ്പോൾ 4 മടങ്ങായിട്ട് ഇത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് 20 lakh ആയിട്ട് നമ്മളുടെ സേവിങ്സ് മാറും. ഇനി ഈ സേവിങ്സ് നമ്മൾ മറ്റൊരു ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10% അതിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കേണ്ടത് എന്താണ്? നമ്മളെ സേവിങ്സും കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നത് 2 lakh ആണ്. ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് 2 lakh ആണ് സേവിങ്സ് വരുന്നത്. ദെൻ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുന്ന സമയത്ത് സേവിങ്സ് ക്വസ്റ്റ്യനിൽ കണ്ടാൽ തന്നെ അറിയാം, സേവിങ്സ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. സോ ഈ ഒരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 1,75,000 ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ ബാങ്കിങ് വഴി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇൻ കേസ് ഇതിൽ നിന്ന് കിട്ടുന്ന സേവിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറവാണ്, അല്ലെങ്കിൽ സേവിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒപ്പീനിയനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് ആണ്. ലോക്ക് ബോക്സ് സിസ്റ്റം, കോൺസെൻട്രേഷൻ ബാങ്കിങ് ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് ആണ്, ACH. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ മാനുവലി ചെയ്യുന്ന വർക്കിന് ഓട്ടോമേറ്റഡ് ഓർ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ചെക്ക് നോർമൽ കേസിൽ നമ്മൾ പേപ്പർ ചെക്സ് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓർ പ്രസൻറ്റ് ചെയ്യുന്നു. അത് മെയിൻ കളക്റ്റിംഗ് ബാങ്കിലേക്ക് പോകുന്നു. ആൻഡ് കളക്റ്റിംഗ് ബാങ്ക് അത് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിലേക്ക് റിസീവ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രോസസ്സിങ്, ട്രഡീഷണൽ ബാങ്കിങ്ങിൻ്റെ പ്രോസസ്സിങ് ടൈം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴാണോ ബാങ്കിൽ ചെക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സെയിം ഡേ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിരിക്കും. ഓക്കെ, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും ഒരുപോലെ അതിൻ്റെ എഫക്റ്റ് വരുന്ന മെത്തേഡാണ് ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. നോർമൽ കേസിലാണെങ്കിൽ ഇത് നമ്മൾ പേയ്മെൻറ്റ് നടത്തി ചെക്ക് പ്രസൻറ്റ് ചെയ്തു, അത് പ്രോസസ്സായിട്ട് വരാൻ ഒരുപാട് ടൈം ഡിലേയ്സ് എടുക്കും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ക്യാഷ് റെസീപ്റ്റ് ഫാസ്റ്റർ ആക്കാം. ദെൻ സീറോ ബാലൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. സീറോ ബാലൻസ് അക്കൗണ്ട് മീൻസ് എന്താണ്? നമ്മളുടെ നെയിമിൽ തന്നെ ഉണ്ട്, നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഓൾവേസ് കെപ്റ്റ് ആസ് സീറോ. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എപ്പോൾ മാത്രമേ നമ്മൾ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ? വെൻ ദ ചെക്ക് ഈസ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. നമ്മൾ ഒരു കസ്റ്റമർ അവരുടെ ചെക്ക് പേയ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ഒരു അക്കൗണ്ട് ബാലൻസ് സീറോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള അക്കൗണ്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോൾ മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ് വരുന്നത്? ഒരു കസ്റ്റമർ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ചെക്ക് എമൗണ്ട് എത്രയാണോ, അത് പേയ്മെൻറ്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചെക്ക് എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് മാത്രമേ നമ്മൾ ഒരു ടൈം ആ ഒരു ഫണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ.
എപ്പോഴാണോ ഈ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിയുന്നത് അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് വീണ്ടും സീറോയിലേക്ക് എത്തുന്നു. ഓക്കെ, ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഫണ്ട് ഈ ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യണമെന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അക്കൗണ്ടിൽ ഫണ്ട് ഇട്ടാൽ മതി. അതല്ലാതെ ഐഡിൽ ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്നുള്ള മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ദെൻ അനദർ വൺ, ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ. ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളി ഓൺ കളക്ഷൻ സെൻറ്റർ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൻ്റെ സെയിം മെത്തേഡാണ്. കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൽ ബാങ്ക് വഴിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളുടെ ബ്രാഞ്ചിൻ്റെ ബാങ്ക് ബ്രാഞ്ചസ് ആണ് ഉണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ ആണെങ്കിൽ ഓർഗനൈസേഷൻ ഓർ ഫേം എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു കളക്ഷൻ സെൻറ്ററാണ് ഏത് ഏരിയാസിലാണോ കസ്റ്റമേഴ്സ് കൂടുതലുള്ളത് അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. മറ്റേ കേസിൽ കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിലാണെങ്കിൽ ബാങ്കിങ് ആണ് അവിടെ ചെയ്യുന്നത്. നമ്മളുടെ ഒരു ലോക്കൽ ബാങ്ക് ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ ആണെങ്കിൽ ഇവിടെ കളക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമിൻ്റെ ഓൺ കളക്ഷൻ സെൻറ്റർ ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു കളക്ഷൻ സെൻറ്ററിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് നമ്മളുടെ മെയിൻ ഓഫീസിലേക്ക് ഓർ സെൻട്രൽ ഓഫീസിലേക്ക് ഈ ഒരു അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്ററിലും വരുന്നത്. ദെൻ പ്രീ ഓതറൈസ്ഡ് ചെക്ക്. പ്രീ ഓതറൈസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെയിൽസ് നടത്തുന്നത് വഴിയാണ് നമുക്ക് കസ്റ്റമർ ഉണ്ടാകുന്നത്. സെയിൽസ് നടത്തുന്ന സമയത്ത് തന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് പ്രീ ഓതറൈസ്ഡ് ചെക്ക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഡേറ്റിന് ഈ കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് ഷുവറായിട്ടും നടത്തിയിരിക്കണം. സപ്ലയേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രീ ഓതറൈസ്ഡ് ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യും ഓർ പ്രസൻറ്റ് ചെയ്യുന്നു. എന്നാണോ ആ ഡേറ്റ് വരുന്നത് ആ ഡേറ്റിൽ നമ്മൾ സപ്ലയർക്ക് ഷുവറായിട്ടും പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്ടായിരിക്കുക, ഈ ഒരു ചെക്കിൽ വിത്ത് ഡേറ്റ് സൈൻ ചെയ്തതായിരിക്കും, പ്രീ ഓതറൈസ്ഡ് ചെക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ഡ്യൂ ആകും, പേയ്മെൻറ്റ് നമ്മൾ നടത്തണം. അപ്പോൾ ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ്, ആ ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ നമുക്ക് ക്യാഷ് എന്ത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മുടെ കയ്യിൽ വെക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കേണ്ടതാണെങ്കിൽ. കസ്റ്റമേഴ്സ് നമുക്ക് തരേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ദിവസം ഒരു ഗ്യാപ്പ് കസ്റ്റമേഴ്സ് നമുക്ക് ക്യാഷ് തരാനുണ്ട് എന്നുള്ളത് നമുക്ക് നോൺ ആയിരിക്കും. അപ്പോൾ അത്രയും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം ഇത്ര സമയം നമുക്ക് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പ്രീ ഓതറൈസ്ഡ് ചെക്ക് ആണെങ്കിൽ അതിൽ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാണോ പേയ്മെൻറ്റ് ഡ്യൂ ആവുന്നത് ആ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ക്യാഷ് മാനേജ്മെൻറ്റ് ടെക്നിക്സിലെ ലാസ്റ്റ് വൺ, സിങ്ക്രണൈസിങ് കഴിഞ്ഞു, ആക്സിലറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ ഡിലേയിങ് പേയ്മെൻറ്റ്സ്. ഡിലേയിങ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പേയ്മെൻറ്റ് നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട പേയ്മെൻറ്റ് ഇത് നമ്മൾ ഡിലേ ചെയ്യുക അല്ലെങ്കിൽ ലേറ്റ് ആക്കുന്ന മെത്തേഡിനെയാണ് ഡിലേയിങ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാനുള്ള റെസിപ്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് റിസീവ് ചെയ്യണം, അതിനാണ് ആക്സിലറേറ്റിംഗ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻറ്റ് നമ്മൾ മാക്സിമം ലേറ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഡിലേ പേയ്മെൻറ്റ്സ് വരുത്തണം. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ വഴിയാണ് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കൂടുതൽ സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഡിലേ ഇൻ ക്യാഷ് പേയ്മെൻറ്റ്സ് ഓർ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡിലേ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് മാക്സിമം ഡേയ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഡിലേയിങ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്.
ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്താം. സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ലോക്കൽ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തുന്നതിനുമൊക്കെ ആയിട്ട് എന്തുണ്ടായിരിക്കും? ലോക്കൽ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സെൻട്രൽ ഓഫീസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക? ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? സെൻട്രൽ ഓഫീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഓരോ കളക്ഷൻ സെൻറ്റേഴ്സും അല്ലെങ്കിൽ ലോക്കൽ ഓഫീസസും അവരുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബില്ലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്, ഇൻവോയ്സസ്. ആൻഡ് ഈ സെൻട്രലൈസ്ഡ് സെൻറ്റേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഓഫീസിൽ നിന്നാണ് നമ്മളുടെ പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ പേയ്മെൻറ്റ് ഡിലേ ആവുന്നുണ്ട്. നമ്മളുടെ ലോക്കൽ ഓഫീസിൽ നിന്ന് സെൻട്രൽ ഓഫീസിലേക്ക് ഇൻവോയ്സ് എത്തുന്നത് വരെയുള്ള ടൈം അവിടെ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പ് എന്തിനു യൂസ് ചെയ്യാം? നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് നമുക്ക് മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇത് ക്യാഷ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡിലേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻട്രലൈസ്ഡ് ക്യാഷ് പേയ്മെൻറ്റ്. ലോക്കൽ സെൻറ്റേഴ്സിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം സെൻട്രൽ ഓഫീസിലേക്ക് റെസിപ്റ്റ് സെൻഡ് ചെയ്തതിന് ശേഷം സെൻട്രൽ ഓഫീസ് വഴി പേയ്മെൻറ്റ് നടത്തുന്നത്. അവിടെ ഒരു പേയ്മെൻറ്റ് ഡിലേ നമുക്ക് വരുത്താം. ദെൻ അവോയ്ഡൻസ് ഓഫ് ഏർലി പേയ്മെൻറ്റ്. നമുക്ക് കിട്ടാനുള്ള റെസിപ്റ്റ് നമ്മൾ ആസ് ഫാർ ആസ് ഏർലി റിസീവ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ അതേസമയം നമ്മൾ നടത്തേണ്ട പേയ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. മീൻസ് സപ്ലൈസിന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ഏർലി പേയ്മെൻറ്റ്സ് നടത്തുന്നതിന് പകരം അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം സെർട്ടിൻ ക്രെഡിറ്റ് പീരീഡ് സപ്ലൈയേഴ്സിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യണം. അപ്പോൾ അത് എത്ര സമയം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നോ അത്രയും സമയം നമുക്ക് നമ്മളുടെ ക്യാഷ് എമൗണ്ട് റീറ്റെയിൻ ചെയ്യാം. ദെൻ പേയ്മെൻറ്റ് ത്രൂ ചെക്ക്. ക്യാഷായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ക്യാഷ് ബാലൻസ് നമ്മളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എന്തായി പോകും? റെഡ്യൂസ് ആവും. എന്നാൽ നമ്മൾ ചെക്ക് പേയ്മെൻറ്റ്സ് ആണ് നടത്തുന്നതെങ്കിൽ ചെക്ക് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ദെൻ അത് പേയ്മെൻറ്റ് ബാങ്ക് കളക്ട് ചെയ്തതിന് ശേഷം ലേറ്റർ ഡേറ്റിൽ മാത്രമേ നമ്മളുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്നും റെഡ്യൂസ് ആവുന്നുള്ളൂ. ഡയറക്റ്റായിട്ട് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ക്യാഷ് ആ ഒരു മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും റെഡ്യൂസ് ആകും. എന്നാൽ ചെക്ക് പേയ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത് ചെക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയം തൊട്ട് അതിന് പേയ്മെൻറ്റ് നടത്തുന്ന സമയം വരെ നമ്മളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പം ക്യാഷ് പേയ്മെൻറ്റിനെ അപേക്ഷിച്ച് ചെക്ക് പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഫ്ലോട്ട് മാനേജ്മെൻ്റ് ആണ്. ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞു ഫ്ലോട്ട്. വാട്ട് ഈസ് ഫ്ലോട്ട്? ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. എന്ത് തമ്മിലുള്ള ടൈം ഗ്യാപ്പാണ്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചെക്ക് നമ്മൾ റൈറ്റ് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു, ആൻഡ് പ്രസൻറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്നത് തമ്മിലുള്ള ഒരു ടൈം ഗ്യാപ്പ്, ഇതിനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ചെക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്ത സെയിം ഡേ തന്നെ അത് ക്ലിയർ ചെയ്യുന്നില്ല, അത് പ്രോസസ്സ് ചെയ്ത് ആൻഡ് ക്ലിയർ ചെയ്യുന്ന ഡേറ്റ്, ഇത് തമ്മിൽ ഡിഫറൻസ് വരും. ഈ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത്. the time gap between the check being returned and the fund to cover that check being deducted from the payer's account. ചെക്ക് പ്രസൻറ്റ് ചെയ്തു ആൻഡ് അത് പേയേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നത് മറ്റൊരു ദിവസമാണ്. അപ്പോൾ ഈ 2 ദിവസം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഫ്ലോട്ട് ഉണ്ടായിരിക്കും. ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ഫ്ലോട്ട് മാനേജ് ചെയ്യണം. First one, the amount of check deposited in the bank but not yet cleared, known as receipt float. ഒന്നാമത്തത് റെസിപ്റ്റ് ഫ്ലോട്ടാണ്. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? കസ്റ്റമേഴ്സ് അവരുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്,
ബട്ട് ബാങ്ക് അത് ക്ലിയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിനെ റെസിപ്റ്റ് ഫ്ലോട്ട് എന്ന് പറയും. കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ബാങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ആഡ് ആയിട്ടില്ല. നേരെ ഓപ്പോസിറ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്, the amount of check issued but not presented for payment known as payment float. Another one payment float ആണ്. Payment float means ചെക്ക് നമ്മൾ ബാങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്ര എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചെക്ക് ബാങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് പേയ്മെൻറ്റ് നടന്നിട്ടില്ല. ഓക്കെ, പേയ്മെൻറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് നടന്നിട്ടില്ല, ബട്ട് ബാങ്കിൽ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന് പേയ്മെൻറ്റ് ഫ്ലോട്ട് എന്ന് പറയും. അപ്പം ക്യാഷ് എന്തായിട്ടില്ല, അവിടെ റെഡ്യൂസ് ആയിട്ടില്ല. മറ്റേ കേസിൽ റെസിപ്റ്റ് ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആഡ് ആയിട്ടില്ല. ഇപ്പോൾ 2 തരത്തിൽ ഫ്ലോട്ട് ഉണ്ടായിരിക്കും. ഈ 2 ഫ്ലോട്ടും റെസിപ്റ്റ് ഫ്ലോട്ട് ആണെങ്കിലും പേയ്മെൻറ്റ് ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ് ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ഫ്ലോട്ടും റെസിപ്റ്റ് ഫ്ലോട്ടും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ നെറ്റ് ഫ്ലോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് ഫ്ലോട്ടായിരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്യാഷ് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്രത്തോളം നമ്മളുടെ ഫ്ലോട്ട് കൂടുന്നോ, ടൈം ഡിലേസ് കൂടുന്നോ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് മറ്റ് ഏരിയാസിലേക്ക് യൂസ് ചെയ്യുന്നതിനുള്ളൊരു ടൈം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോട്ട് മാനേജ്മെൻറ്റിൽ പറയേണ്ടത്. റെസിപ്റ്റ് ഫ്ലോട്ടിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, റെസിപ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സ് തരുന്ന ഫ്ലോട്ടാണ്. റെസിപ്റ്റ് ഫ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം റെഡ്യൂസ് ചെയ്യണം. എന്നാൽ പേയ്മെൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ നടത്തുന്ന പേയ്മെൻറ്റിൽ വരുന്ന ഫ്ലോട്ടാണ്. പേയ്മെൻറ്റ് ഫ്ലോട്ട് നമ്മൾ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ലാഗ് വരുത്തണം. റെസിപ്റ്റ് ഫ്ലോട്ട് ആണെങ്കിൽ മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യണം, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ റിസീവ് ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് ഫ്ലോട്ട് മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. ഇതല്ലാതെ മറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്, ക്യാഷ് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന അതർ ടെക്നിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എഫക്റ്റീവ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷനിൽ വേരിയസ് എന്തുണ്ടായിരിക്കും, ഇൻവെൻട്രീസ് ലൈക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ് വരെയുള്ള സ്റ്റേജസ് ഒക്കെ ഇൻവെൻട്രിയിൽ വരുന്നതാണ്. ആൻഡ് ക്ലോസിങ് സ്റ്റോക്ക്, ഇൻവെൻട്രീസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ക്ലോസിങ് സ്റ്റോക്കൊക്കെ ഇൻവെൻട്രീസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ പ്ലാനിങ് കൊണ്ടുവരിക, ഇൻവെൻട്രി പ്ലാനിങ് ഓർ പ്രൊഡക്ഷൻ പ്ലാനിങ് കൊണ്ടുവരിക. എത്ര ഒരു ഇയറിൽ അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് നമുക്ക് എത്രത്തോളം റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവുക, റോ മെറ്റീരിയൽസ് എത്ര നമ്മൾ പർച്ചേസ് ചെയ്യണം, അത് എത്ര ദിവസം നമ്മൾ കീപ്പ് ചെയ്യണം, ഇത് യൂസ് ചെയ്ത് എത്രത്തോളം ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം സെയിൽസ് നമുക്ക് ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ബേസിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സസീവായിട്ട് നമ്മൾ ഇൻവെൻറ്ററീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എഫക്റ്റീവ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇൻവെൻട്രീസിൽ നമ്മൾ എക്സസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ മിനിമം ഓപ്പറേഷണൽ കോസ്റ്റ്. അവിടെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ എക്സസ് ആയിട്ട് ഇൻവെൻട്രീസ് മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവായിരിക്കും. ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും, എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റ് ഉണ്ടാകും, ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതിന് വേണ്ട കോസ്റ്റ് ഉണ്ടാകും. ഇത് മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ റെഡ്യൂസിങ് ദ ടൈം സ്പാൻ ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ എത്തുന്നത് അതിന് മുന്നേ വരുന്ന സ്റ്റേജ്, ഓർഗനൈസേഷനിൽ വരുന്ന സ്റ്റേജ്, ഡിസൈൻ ചെയ്യുന്ന സ്റ്റേജ് ഇൻക്ലൂഡഡ് ആയിരിക്കും പ്രൊഡക്ഷൻ സൈക്കിളിൽ. പ്രൊഡക്ഷൻ സൈക്കിൾ എത്രത്തോളം ഷോർട്ടൺ ആയിരിക്കുമോ അതിനനുസരിച്ച് നമ്മൾ കീപ്പ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും കുറവായിരിക്കും. കാരണം എന്താ, നമുക്ക് പെട്ടെന്ന് തന്നെ റോ മെറ്റീരിയൽസിനെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം.
ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്കതിന് മാർക്കറ്റിൽ എത്തിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത്തരം സിറ്റുവേഷനിൽ പ്രൊഡക്ഷൻ സൈക്കിൾ ഷോർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കുറച്ച് മാനേജ് ചെയ്താൽ മതി. ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് റിക്വയർമെൻറ്റും കൂടുതലായിരിക്കും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അനദർ മെത്തേഡ് എന്ന് പറയുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അപ്പോൾ എന്താണ്, നമുക്ക് എപ്പോഴാണോ ക്യാഷിന് ആവശ്യം വരുന്നത്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് മീൻസ് ട്രഷറി ബിൽസൊക്കെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് എപ്പോൾ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ അതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഡിബഞ്ചേഴ്സ് അങ്ങനത്തെ ലോങ് ടേം റിസോഴ്സസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്ത് മാത്രമേ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുള്ളൂ. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അപ്പോൾ അത്തരം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നമുക്ക് എക്സസീവായിട്ട് വരുന്ന ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ആണ്. ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മാത്രം ഡിസ്കസ് ചെയ്യാനാണ്. ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക. നമ്മളുടെ കോസ്റ്റ് മിനിമം ആയിരിക്കണം. ആ ഒരു സ്റ്റേജിനെയാണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്ത് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ബേസിക്കായിട്ട് അതിൽ നോക്കേണ്ടത് നമ്മളുടെ കോസ്റ്റ് ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന ലെവലിനെയാണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് മിനിമം ഓർ ഒപ്റ്റിമം ലെവലായിരിക്കും. ഇതിൽ കൂടുതൽ നമ്മൾ ക്യാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹോൾഡിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഹോൾഡിംഗ് കോസ്റ്റ് മീൻസ് നമ്മൾ ആ ഒരു ക്യാഷ് മറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ റിട്ടേൺ കിട്ടും. അപ്പോൾ ക്യാഷ് എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന് സെർട്ടൻ ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടായിരിക്കും. മിനിമം ഈ ഒരു ഒപ്റ്റിമം ക്യാഷ് ലെവലിന് കൂടുതൽ നമ്മൾ ക്യാഷ് ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഹോൾഡിംഗ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. എന്താ, അത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഐഡിയലായിട്ട് കിടക്കുകയാണെന്നാണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസിൽ കൂടുതൽ ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പറയാനുള്ളത്. ഇനി ഒപ്റ്റിമം ക്യാഷ് ബാലൻസിനേക്കാൾ കുറവാണ് നമ്മൾ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആക്ടിവിറ്റി ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, അത് പ്രോസസ്സ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കോസ്റ്റ്. നമുക്ക് മിനിമം ക്യാഷ് ബാലൻസ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് കോസ്റ്റ് ഈ ഒരു റോ മെറ്റീരിയൽ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് റിസോഴ്സസ്, നമുക്ക് ക്യാഷ് റിസോഴ്സസ് മറ്റ് സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് ബോറോയിങ് കോസ്റ്റ് വരും. മറ്റ് ബോറോഡ് ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ബോറോഡ് കോസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു മിനിമം അല്ലെങ്കിൽ ഓപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോറോയിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും ഈക്വലായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ എന്താണ്, ദിസ് ഇസ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് കർവ് ആൻഡ് ദിസ് ദ ഹോൾഡിംഗ് കോസ്റ്റ് കർവ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിനെയാണ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റ്. ഇവിടെ എന്താണ്, ഈ ഒരു സ്റ്റേജിനും കൂടുതൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ക്യാഷ് ബാലൻസ് കൂടുന്നത്. ക്യാഷ് ബാലൻസ് കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുന്നുണ്ട്. അതായത് ഹോൾഡിംഗ് കോസ്റ്റ് കൂടുതലാണ്, നമ്മളത് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഹോൾഡിംഗ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഈ ഒരു ലെവലിനേക്കാൾ കുറവാണ് നമ്മൾ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റാണ് കൂടുന്നത്. അതെന്തുകൊണ്ടാണ്?
മറ്റ് ബോറോഡ് ഫണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ബ്രോക്കറേജ് കോസ്റ്റ് ഇതൊക്കെ ട്രാൻസാക്ഷൻ കോസ്റ്റിൽ വരുന്നതാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടും. അപ്പം ഈ ഒരു ലെവലിന് കൂടാനോ അല്ലെങ്കിൽ കുറയാനോ പാടില്ല. ഇതാണ് നമ്മളുടെ ഓപ്റ്റിമം ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് മിനിമം പോയിന്റിലായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഹോൾഡിംഗ് കോസ്റ്റും ട്രാൻസാക്ഷൻ കോസ്റ്റും ഈക്വൽ ആണ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേറെ കോസ്റ്റുകൾ വരുന്നില്ല. അപ്പോൾ ഏറ്റവും മിനിമം ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഓപ്റ്റിമം ക്യാഷ് ബാലൻസിലായിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് നോക്കിയാൽ മതി. ദെൻ അനദർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സൈക്കിളാണ്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ പഠിച്ചതുപോലെ തന്നെ അവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിളിലൊക്കെ പഠിച്ചത് നമ്മളുടെ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ക്യാഷ് സൈക്കിൾ മാത്രമാണ്. ക്യാഷ് സൈക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ is the duration between the date when it pays its suppliers and the date it receives cash from its customers. കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന എമൗണ്ട്, നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്ന ദിവസവും നമ്മൾ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്ന ആ ഒരു ഡേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന പേയ്മെൻറ്റ് നമ്മൾ എത്രയും ഫാസ്റ്റാക്കാൻ നോക്കണം. ക്യാഷ് റെസീപ്റ്റ് നമ്മൾ ഫാസ്റ്റാക്കാൻ നോക്കണം. അതേസമയം ക്യാഷ് പേയ്മെൻറ്റ്സ് നമ്മൾ സപ്ലൈസിന് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ എത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക, അതായത് എത്രയും ഡിലേ വരുത്താൻ നോക്കണം. ഇത് തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റിംഗ് ആണ് ക്യാഷ് കൺവേർഷൻ സൈക്കിളിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ആവറേജ് ഇൻവെൻട്രി പീരീഡ് പ്ലസ് ആവറേജ് റിസീവബിൾ പീരീഡ്. നമുക്ക് കിട്ടാനുള്ള റിസീവബിൾസിൻ്റെ ഡെപ്റ്റേഴ്സ് നമുക്ക് തരുന്ന എമൗണ്ടിൻ്റെ ആ ഒരു പീരീഡ് എത്ര ദിവസം എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്, ആൻഡ് ആവറേജ് നമുക്ക് ഇൻവെൻട്രി കളക്ട് ചെയ്യുന്ന ഒരു പീരീഡ് മൈനസ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്, നമ്മൾ കസ്റ്റമേഴ്സിന് സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്ന പീരീഡ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ആവറേജ് പേയ്മെൻറ്റ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കിട്ടും. നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൽ നിന്ന് കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ട് റെഡ്യൂസ് ചെയ്താൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ സൺ ലിമിറ്റഡ് പർച്ചേസസ് ആൻഡ് സെൽ എൻറ്റയർലി ഓൺ ക്രെഡിറ്റ് ബേസിസ് ആൻഡ് ദ ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ഇറ്റ് ബൈ ടു സപ്ലയേഴ്സ് നമുക്ക് തരുന്നത് 30 days ആണ്. ഫേം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് 60 days ആണ്. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ആവറേജ് ഏജ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ ഈസ് 40 days. ആക്ച്വലി എത്രയാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത് 40 days ആണ്. ആൻഡ് അക്കൗണ്ട് റിസീവബിൾസ് 70 days ആണ്. നമുക്ക് കസ്റ്റമേഴ്സ് തരുന്നത് 70 days എടുത്തിട്ടാണ് ആവറേജ് ബേസിസിൽ, നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് 40 days എടുത്തിട്ടുമാണ് ആവറേജ് ബേസിൽ. ആൻഡ് ദ ആവറേജ് ഏജ് ഓഫ് ഫേംസ് ഇൻവെൻട്രി 90 days. നമുക്ക് ഇൻവെൻട്രി കളക്ട് ചെയ്ത് കിട്ടുന്നത് നമുക്ക് 90 days എടുത്തിട്ടാണ്. ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് നമുക്ക് സർക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 90 days എടുത്തുകൊണ്ടാണ്. ഇതിൻ്റെ ബേസിലായിരിക്കണം ക്യാഷ് കൺവേർഷൻ സൈക്കിള് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ആവറേജ് ഇൻവെൻട്രി പീരീഡ് 90 ആണ്, പ്ലസ് ആവറേജ് റിസീവബിൾസിൻ്റെ ഡേയ്സ് 70 ആണ്, മൈനസ് പേയബിൾസിൻ്റെ 40 days ചെയ്താൽ 120 days ആണ് നമുക്ക് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. അതായത് നമുക്ക് വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ നമുക്ക് ഇൻകർ ചെയ്യുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് എക്സ്പെൻസസ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടാൻ എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 120 days ആണ്. ക്യാഷിൻ്റെ കേസ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് അത് ഓപ്പറേറ്റിംഗ് സൈക്കിളാകും. ഇവിടെ നമ്മൾ ക്യാഷിൻ്റെ കൺവേർഷൻ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 120 days എടുത്തുകൊണ്ടാണ് നമുക്ക് ക്യാഷ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മളുടെ കയ്യിലെത്തുന്നത്. ഡേയ്സിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് എത്ര ടൈം സർക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത്?
അത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ഡേയ്സ് ഇൻ എ ഇയർ, ഡേയ്സിലായതുകൊണ്ടാണ് ഡേയ്സ്. ഇൻ കേസ് മന്തിലാണെങ്കിൽ 12 കൊണ്ട് ചെയ്യാം. ഇപ്പോൾ 360 ആണ് നമുക്ക് ഇവിടെ ഡേയ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം എടുത്തിട്ടാണ് ഈ ക്യാഷ് സർക്കുലേറ്റ് ചെയ്ത് കയ്യിലെത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ടേൺ ഓവർ 3 ടൈംസ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഔട്ട്ഫ്ലോ 3 തവണ സർക്കുലേറ്റ്, നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ 3 തവണ സർക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റിസീവബിൾസ് ആയിട്ട് കയ്യിൽ കിട്ടുന്നത്. ഇതാണ് സിമ്പിളായിട്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ആ ടേംസ് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത്രയും ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ മാനേജ്മെൻറ്റാണ് നോക്കാനുള്ളത്. ഓക്കെ.